സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ കുടുംബജീവിതം ഭദ്രമാക്കുവാൻ, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രീയുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കുവാൻ, ഭർത്താവിനെ പ്രാണനെപ്പോലെ ഒരു സ്ത്രീ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നേരെ എഗൻസ്റ്റായിട്ട്, നേരെ മറുഭാഗം, ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാര്യയ്ക്ക് സ്ഥാനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടും വേണ്ടേ? ഇല്ലെങ്കിൽ പറയില്ല, അതെന്താ ഞങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞില്ല, നിങ്ങൾ അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു, പക്ഷപാതം കാണിച്ചു എന്നുള്ള ഒരു ഇത് വേണ്ടല്ല. അപ്പോൾ നമ്മൾക്ക് ഒരു ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു ഭാര്യയ്ക്ക് ചിരപ്രതിഷ്ഠ, പ്രാണനാഥയെ പോലെ എപ്പോഴും അദ്ദേഹത്തിന് ആ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകാതിരിക്കാനും, ഇതാണ് എൻ്റെ സ്വർഗം, ഇവളാണ് എൻ്റെ എല്ലാം എന്നൊരു ചിന്ത ആ ഭർത്താവിന് ഉണ്ടാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇത്രയും കാലം, ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഒരു ലെവലിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ചിന്തിക്കേണ്ടത്, ഇത്രയും കാലം നമ്മൾ എങ്ങനെയൊക്കെയോ ആയിട്ടുണ്ടാവാം. കുടുംബത്തിൽ കലഹം ഉണ്ടായിട്ടുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പലതരത്തിലുള്ള വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് മാറി നമ്മൾ ഇന്നൊരു പുതിയൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണല്ലോ. നമ്മുടെ കുടുംബത്തിലും നല്ലത് ഉണ്ടാവണം, എന്നെ ഭർത്താവ് സ്നേഹിക്കണം, അതുപോലെ തന്നെ എനിക്ക് വേണ്ടുന്ന പരിഗണന വേണം, എന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം കിട്ടുന്ന തരത്തിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്ര വരെയുള്ള നമ്മുടെ ജീവിതശൈലി അങ്ങോട്ട് മാറ്റി വെച്ച് ഒരു പുതിയൊരു ശൈലിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത്രയേറെ സമ്പുഷ്ടമാകും. പക്ഷെ കേട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, നമ്മളത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. ഇത് പ്രവർത്തിക്കൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ വളരുക. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടിയോട് ഇത് പറഞ്ഞു കൊടുക്കണം. അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉപദേശം കൂടിയാണ്. രാമായണത്തിൽ വനയാത്രയ്ക്ക് തയ്യാറാവുന്ന ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ, അതുപോലെ ശ്രേഷ്ഠമാണ് ഈ ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ എന്നർത്ഥം. അതിലൊന്നാമത്തെ കാര്യം എന്താണ്? മറ്റുള്ളവരുടെ കുറ്റവും ദോഷവും അവരുടെ കുറ്റവും കുറവും കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യാതിരിക്കുക. അത് ഭർത്താവിൻ്റെ മുമ്പിലും പറയരുത്, മക്കളുടെ മുമ്പിലും പറയാതിരിക്കുക. നമ്മൾ കുറ്റം പറയേണ്ട ആൾക്കാരല്ല, നമ്മൾ അവരുടെ നല്ല കാര്യങ്ങൾ പറയുക. മറ്റുള്ളവരുടെ കുടുംബത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മകളാണ് നമ്മൾ പറയേണ്ടത്, മറ്റുള്ളവരുടെ ദോഷങ്ങളല്ല. അപ്പോൾ അത് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഒരു 70% വീടുകളിൽ നടക്കുന്നൊരു കാര്യം, ഭർത്താവ് ജോലിയും കഴിഞ്ഞിട്ട് വരുന്നു. ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കറിയാം, ഓരോ ആൾക്കാർ ഓരോ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒന്ന് ചിലപ്പോൾ നാടൻ പണിക്ക് പോയിട്ട് വരുന്ന ആൾക്കാർക്കും, വളപ്പിൽ ഈ പറമ്പിൽ കിളക്കുക, മറിക്കുക, കിണറിൻ്റെ പണിയെടുക്കുക, അങ്ങനെ പാറ അടിച്ചു പൊട്ടിക്കുക, ഇങ്ങനെയുള്ള പല കഠിനാധ്വാനം ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഓഫീസ് വർക്കായിരിക്കും, ഓഫീസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തല പെരുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ടാകും. അത് ചില ആൾക്കാർ കച്ചവടക്കാരായിരിക്കും. അന്നത്തെ കച്ചവടത്തെക്കുറിച്ചുള്ളതും മറ്റുള്ള കാര്യങ്ങളും ഓരോ ആൾക്കാരുടെ ഇടപെടലുകളും അന്നത്തെ ഓരോ ആൾക്കാരുടെ ശണ്ട കൂടിയതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ആകെ വേർത്തൊട്ടി തളർന്ന അവശനായിട്ട് വരുമ്പോഴാണ് ചോദിക്കുക, നിങ്ങൾ എന്തേ ഞാൻ പറഞ്ഞ ആ കാര്യം ചെയ്തില്ല, നിങ്ങളോട് ഇന്ന സാധനം വാങ്ങാൻ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടോ, അത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ, അതല്ലെങ്കിൽ കുട്ടികൾ, നിങ്ങളുടെ മക്കളെ ഇനി എനിക്ക് നോക്കാൻ കഴിയില്ല, നിങ്ങളുടെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നിട്ട് കുറേ കുറ്റങ്ങൾ. ഒന്നുമല്ല, കയറി വരുമ്പോൾ 108 പരാതികളാണ്. ആ പരാതി പറയുന്നത് അവിടെ നിർത്തുക. നമ്മൾക്ക് ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ഈ പരാതി പറച്ചിൽ അവിടെ നിൽക്കുക. നിരവധി ആൾക്കാർ ഞങ്ങളുടെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രധാന കാര്യം ഇതാണ്. വരുന്ന സമയത്ത് ഭർത്താവ് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ദേഷ്യപ്പുള്ള എന്തെങ്കിലും നമുക്ക് സംഭവം ഉണ്ടാവാം, അവരോട് വെറുപ്പുള്ളതല്ല, അവരെന്ത് ചെയ്ത് വലിയൊരു അപരാധം ചെയ്തിട്ടുണ്ടാവാം, എന്നാൽ പോലും അതൊന്നും പ്രകടമാക്കാതെ വീട്ടിലേക്ക് തളർന്ന അവശനായി വരുന്ന ഭർത്താവിൻ്റെ കയ്യിൽ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവർ കയറി വരുമ്പോൾ. അതിനുശേഷം അവരെ കുളിക്കാൻ വേണ്ടി നിർബന്ധി, നമ്മൾ കുളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുക. കുളി കഴിഞ്ഞ് വന്ന് ആ അവസരത്തിൽ അവരുടെ സ്നേഹപൂർവ്വമുള്ള സംഭാഷണം മാത്രമേ പാടുള്ളൂ.
അനാവശ്യമായിട്ടുള്ള ഒരു പരാതികളും നമ്മളവിടെ പറയരുത്. ഒരു പരാതിയും നമ്മൾ അവിടെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും നോക്കാം. നമ്മൾക്ക് അവരുടെ ഹൃദയത്തെ സ്ഥാനം വേണം, അവർ നമ്മളെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ പരിഗണനയും കിട്ടും. അപ്പോൾ എന്ത് വേണം, ആദ്യം ഈ പരാതി പറയുന്നത് അങ്ങോട്ട് നിർത്താം. പല തരത്തിലുള്ള പരാതിയുണ്ടാവും. കുട്ടികളെ കുറിച്ചുള്ളതുണ്ടാവും, കുട്ടികളുടെ സ്കൂളിലെ ഇതുണ്ടാവും, അതുപോലെ ജോലി സ്ഥലത്ത് ഈ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ടുള്ളതുണ്ടാവും, അല്ലെങ്കിൽ ഈ ഭർത്താവിനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാത്തതായിട്ടുള്ളതുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരാതി പറയുന്ന അങ്ങോട്ട് നിർത്തിയിട്ട് എന്ത് വേണം, പിറ്റേ ദിവസം നമുക്ക് അന്ന് എന്തായാലും തിരിച്ച് വന്നു ആ കാര്യം എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞ സാധനം വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ, തുണ്ട് പേപ്പറിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുക ഇന്ന സാധനങ്ങളാണ് വേണ്ടതെന്നുള്ള പറഞ്ഞിട്ട് ഒരു പേപ്പർ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഇട്ട് കൊടുക്കുക. സ്നേഹപൂർവ്വം പറ്റുമെങ്കിൽ മറക്കാതെ വാങ്ങിക്കണേ. നിർബന്ധം വൈകുന്നേരം ഇതെല്ലാം വാങ്ങിച്ചു വന്നിട്ടെങ്കിൽ എൻ്റെ ഇത് അങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടല്ല ഉണ്ട്. ഇത് മറക്കാതെ വാങ്ങിക്കണേ എന്ന് സ്നേഹത്തോടു കൂടി പറയുക. അവരെ നമ്മൾ സ്നേഹത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുകണം. ഒന്ന്. അടുത്ത കാര്യം എന്താണ്, രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇവർ നമ്മുടെ വീട്ടിലേക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഭർത്താവിനെ തരം താഴ്ത്തി പറയരുത്. കുട്ടികളുടെ മുമ്പിലായിരിക്കാം, കുട്ടികളുടെ മുന്നിൽ അച്ഛനെപ്പോഴും നമ്മൾ ബഹുമാനം കൊടുക്കണം. എത്ര മോശക്കാരനായാലും എത്ര നല്ല അച്ഛൻ്റെ സ്ഥാനമുണ്ട് ഒരിത്. അപ്പോൾ അച്ഛനെ നമ്മളെപ്പോഴും തരം താഴ്ത്തി സംസാരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല അച്ഛനെ കഴിവില്ലാത്തവനായിട്ട് എന്നാന്ന് ചെയ്തിരുന്ന ഒരു കച്ചവടം ചെയ്തിട്ട് അത് മുഴുവൻ നശിപ്പിച്ചു, അവിടെ പോയിട്ട് അവിടെയും നശിപ്പിച്ചു, എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പേര് ദോഷമാണ്. ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളായിട്ടുള്ള ഇത് മക്കളുടെ മുന്നിലോ മറ്റുള്ളവരുടെ മുന്നിലോ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളോടുള്ള അടുപ്പം കുറയും. ഇയാൾ പൊട്ടനാണ്, ഇയാൾക്കൊരു കഴിവുമില്ല എന്ന് പറയുന്നതെല്ലാം തന്നെ അദ്ദേഹത്തിന് നമ്മളോട് നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്യുക. നമ്മൾ അടുപ്പിക്കാനാണ് നോക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെയോ നാലാമത്, നമ്മൾ പരമാവധി ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. അപ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും വേണ്ടൂ എന്ന് പറയും. നമ്മൾക്കിപ്പോൾ ലക്ഷ്യം നമ്മുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഭർത്താവ് എനിക്ക് വേണ്ടുന്ന പരിഗണന തരണം, ഭർത്താവ് എന്നെ ചേർത്ത് പിടിക്കണം, ഭർത്താവിന് എന്നെ പരിഗണിക്കണം, എന്നെ സ്നേഹിക്കണം. അപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവർ ഇങ്ങോട്ട് ബഹുമാനിക്കുന്നുണ്ടോ എന്നല്ല, നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കുക. അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങോട്ട് തരാൻ തോന്നുക. അപ്പോൾ നമ്മൾ എന്ത് വേണം, അങ്ങോട്ട് ബഹുമാനത്തോടു കൂടി, ആദരവോടു കൂടി, സ്നേഹത്തോടു കൂടി മാത്രം സംസാരിക്കുക. ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്ത് മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത്, എൻ്റെ ഭർത്താവിന് എന്നോടൊരു സ്നേഹമില്ല, എൻ്റെ വിഷമം അറിയുന്നില്ല, എൻ്റെ കഷ്ടപ്പാട് അറിയുന്നില്ല, എൻ്റെ ദുഃഖം അറിയുന്നില്ല, എനിക്ക് ആരാ ഉള്ളത്, ഇതൊക്കെ ഇങ്ങനെ പറയും. അത് നിങ്ങൾ ഈ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ടവരല്ല, അത് നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. എങ്ങനെ? നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ. നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് നിങ്ങൾക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുക. ആ പ്രവർത്തനമാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അതല്ലാതെ നമ്മൾ നിങ്ങളെന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു പല്ലവി നമ്മൾ പറയുക വേണ്ട എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്നെ നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി വരാറുണ്ട്. നിങ്ങളുടെ സ്ഥാപനം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്, അവിടത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നില്ല, എന്നെ മറ്റുള്ള സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകാറില്ല, എവിടെയും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാറില്ല, എനിക്കൊരു കാര്യം ചെയ്തു തരുന്നില്ല എന്ന വിധത്തിൽ പറയാറുണ്ട്. പരിഗണന കിട്ടുന്നില്ല എന്ന്. ഈ പരിഗണനയും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ പരിഗണിക്കും. എങ്ങനെ? നിങ്ങൾ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് എന്ന് തോന്നിപ്പിക്കണം. അതെങ്ങനെ തോന്നിപ്പിക്കുക? അത് നിങ്ങളുടെ പ്രവൃത്തിയാണ്. നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആളാണ് അവർക്കെന്ന് തോന്നിപ്പിക്കണം. അപ്പോൾ ആ തോന്നുന്ന തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെയുള്ളൊരു കാര്യം വെച്ചാൽ പല കുടുംബങ്ങളും തകരാനുള്ള പ്രധാന കാരണം വാശിയാണ്. നമ്മൾ സ്ത്രീകൾ വാശി അങ്ങോട്ട് ഒഴിവാക്കുക. ഇത്രയും കാലം വാശിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് നടപ്പിലാക്കാൻ പാടുള്ളൂ, ഞാൻ പറയും പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഭീഷണിയൊക്കെ ഉണ്ട്, എനിക്ക് ഇന്ന സാരി നിങ്ങൾ വാങ്ങിച്ചു തന്നോളണം, ഇല്ലെങ്കിൽ ഇന്ന് ചോറും കറിയും വെക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഭീഷണിയൊക്കെ മുഴക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവണമെങ്കിൽ വാശി ഉണ്ടെങ്കിൽ എപ്പോഴും ആ കുടുംബത്തിൽ കലഹമായിരിക്കും, എപ്പോഴും സ്പർദ്ധയായിരിക്കും, പരസ്പരം കാണുമ്പോൾ പോലും പൊട്ടിത്തെറിക്കുന്ന ഇതിലേക്കെത്തും. അതുകൊണ്ട് തന്നെ വാശി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മാത്രവുമല്ല നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. നമ്മൾക്കെപ്പോഴും സന്തോഷമുണ്ടാകുന്ന വിഷയങ്ങൾ സംസാരിക്കുക. ഭർത്താവിൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ അത് നല്ല ശ്രോതാവിനെ പോലെ കേട്ട് അതിന് ആശ്വാസവാക്കും
പിന്തുണയും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾക്കിതൊന്നും വിഷയമൊന്നുമില്ല, നിങ്ങൾ ഇതിനേക്കാൾ എത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ഇതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം നടക്കും, അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, ഞാനും എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമ്പോഴേ നല്ലൊരു ഇത് കൊടുക്കണം എന്ന് വെച്ചാൽ ആ പോസിറ്റീവായിട്ട് അപ്പോഴും അദ്ദേഹത്തിനോട് പോസിറ്റീവായിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മക്കളുടെ കാര്യമായാലും നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ, ഈ മക്കളെക്കുറിച്ചുള്ള പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മക്കളെന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ്. അച്ഛൻ കയറി വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും പറയും നിങ്ങളുടെ മകൻ പറഞ്ഞനുസരിക്കുന്നില്ല, സ്കൂളിൽ അങ്ങനെയാണ് കുഴപ്പം, ഇങ്ങനെയാണ് കുഴപ്പമെന്നൊക്കെ. ഇതൊക്കെ ഒരു പരിധി വരെ അമ്മയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ മക്കളുടെ ഗുണങ്ങൾ പറയുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ നമ്മൾ വെച്ചാൽ മക്കളുടെ ഗുണങ്ങളെക്കുറിച്ച് മക്കളുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനോട് പറയണം. മക്കൾ കേൾക്കത്തക്ക വിധത്തിൽ മക്കളോട് പറയണം. കുറ്റങ്ങൾ മാത്രമല്ല പറയേണ്ടത്, അവരുടെ ഗുണങ്ങൾ നമ്മൾ പറയണം. അവൻ ഇപ്പം പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അധ്യാപകൻ അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കായിക ഇനത്തിൽ അവൻ ഇതായിട്ടുണ്ട്, അല്ലെങ്കിൽ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ മോൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ നല്ല നല്ല കാര്യങ്ങൾ എടുത്തു വരണം. അവൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും അവൻ കേൾക്കത്തക്ക രീതിയിൽ ഒരിക്കലും പിതാവിനോട് പറയരുത്. പറയാം. എങ്ങനെ? അമ്മയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷമമാകുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനും കൂടി വേണ്ടുന്നതാണെങ്കിൽ അച്ഛനും അമ്മയും മാത്രം ഉണ്ടാകുമ്പോൾ വളരെ രഹസ്യമായിട്ട് അത് ബെഡ്റൂമിൽ വെച്ചിട്ടായാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ സൗഹൃദപൂർവ്വം സ്നേഹപൂർവ്വം തന്ത്രപൂർവ്വം സംസാരിക്കുക എന്നുള്ളതാണ്. കുളി കഴിഞ്ഞ് ശുദ്ധിയായി ശരീരം തണുത്ത് നിൽക്കുന്ന ആ അവസരത്തിൽ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുവാൻ. മറ്റൊരു കാര്യം, ഭർത്താവിന് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുവെച്ചാൽ വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കുക. ഭർത്താവ് ആവശ്യപ്പെടാതെ തന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. വേണ്ടേ? ഭർത്താവിൻ്റെ ഇന്ന ദിവസം പോകുമ്പോൾ ഇന്ന ഡ്രസ്സാണ്, ആ ഡ്രസ്സ് അയാൾക്ക് താല്പര്യമെങ്കിൽ ആ ഡ്രസ്സ് നമ്മൾ അലക്കി വെച്ചിട്ടുണ്ടാവണം. ഭർത്താവിൻ്റെ ആ ഭക്ഷണം നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഭർത്താവിന് എന്താണോ താല്പര്യമുള്ളത് അതിനനുസരിച്ച് ഭർത്താവിന് ചിലപ്പം വീട്ടിൽ അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ഭർത്താവിനൊരു മാനസികമായ പ്രശ്നം വരുമ്പോൾ ഭർത്താവിനെ ചേർത്ത് പിടിച്ചും, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ എന്താണോ ഇഷ്ടാനിഷ്ടങ്ങൾ അത് കണ്ടറിയണം. ചിലപ്പം പത്രങ്ങളൊക്കെ വൃത്തിയിൽ അടുക്കി വെക്കുന്ന ആളായിരിക്കും, നമ്മൾ വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും ഒരു ബഹളം ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ക്ലിയറാക്കി അവിടെ ഇങ്ങനെ വെക്കുന്നു. അതുപോലെ റാക്കിൽ, ഷോക്കേസിൽ, അലമാരയിലൊക്കെ പല സാധനങ്ങളുണ്ടാവും, അതൊക്കെ വാരി വലിച്ചിടാതെ അദ്ദേഹം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വാക്കും ആ വീട്ടിലുണ്ടാകില്ല എന്നർത്ഥം. മറ്റൊരു കാര്യം, മറ്റുള്ള പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുക. അത് വലിയൊരു കാര്യം. താരതമ്യം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷെ എങ്ങനെ ചെയ്യണമെന്നും കൂടി മനസ്സിലാക്കണം. പല ആൾക്കാർ ചെയ്യുന്നതറിയോ, എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് നോക്കൂ, എത്ര നല്ല ഇതാണ്, അദ്ദേഹം മദ്യപിക്കാറില്ല, അയാൾ നല്ലോണം അധ്വാനിച്ച കുടുംബം നോക്കുന്നത് നല്ല നിലയിലെത്തി, നിങ്ങളിൽ എന്തിനാ കൊള്ളുക, നിങ്ങളിങ്ങനെ വായി നോക്കി നടന്നാൽ മതി. താരതമ്യം ചെയ്യുക അയാൾ ഇയാളെയും തമ്മിൽ. നോക്കൂ, അപ്പുറത്തെ ശ്യാമളയുടെ ഭർത്താവിനെ നോക്കൂ, അയാൾ എത്ര നല്ല രീതിയിൽ ആ കുടുംബത്തെ നോക്കുന്നത്, അയാൾക്ക് എത്ര നല്ല സ്നേഹമെന്നറിയാം ആ ഭാര്യയോട്. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ മതിയല്ലോ. താരതമ്യം അപ്പോൾ വെച്ചാൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന വിധത്തിൽ അവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരിക്കലും താരതമ്യം ചെയ്യാതെ മറിച്ച് താരതമ്യം ചെയ്യണം. എങ്ങനെ അറിയാം? ശ്യാമളയുടെ ഭർത്താവിനെ നോക്ക്, വെറും കള്ളും കുടിച്ചിട്ട് ഒരു രക്ഷയില്ല. ആ പെണ്ണിന് എപ്പോഴും ദുരിതമാണ്. അത് ഞാൻ എത്ര ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയതുകൊണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ അങ്ങ് മദ്യപിക്കാതെ ലഹരി ഉപയോഗിക്കാതെ വീട്ടിലെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഏതൊരു സ്ത്രീയും ഭാഗ്യം ചെയ്യണം. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും ഭാര്യയോട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യം തോന്നും. ഇങ്ങനെ പറഞ്ഞു നോക്കും. അപ്പോൾ കൂടുതൽ കാരണം വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ പോസിറ്റീവ് കാര്യങ്ങൾ കാണണം. മറ്റുള്ളവർ താരതമ്യം ചെയ്യുമ്പോൾ അത്തരത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടിട്ട് വേണം താരതമ്യം ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ വളരെയേറെ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നും. അവർക്ക് ഒരു വസ്ത്രം തരാൻ വേണ്ടി എടുക്കില്ല, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് വസ്ത്രം കിട്ടുന്നുണ്ട് എന്ന് നാലാളുടെ മുന്നിൽ വെച്ചിട്ട് ഭർത്താവിൻ്റെ കേൾക്കത്തക്ക നാലാളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എനിക്ക് വസ്ത്രങ്ങളൊന്നും ഒന്ന് കീറുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് എത്തിച്ചേരും. ഇത് കേൾക്കേണ്ട താമസമേ ഉള്ളൂ. പിറ്റേ ദിവസം തന്നെ ഭർത്താവ് ചിലപ്പോൾ ഈ സാധനം എത്തിച്ചിട്ടുണ്ടാവും.
അങ്ങനെ ഭർത്താവിൻ്റെ നല്ല നല്ല ശീലങ്ങൾ നമ്മൾ മറ്റുള്ളവർ കേൾക്കത്തക്ക രീതിയിൽ, ഭർത്താവും കേൾക്കത്തക്ക രീതിയിൽ നമ്മൾ പറയണം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ തൃപ്തികരമാണ്, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവൾക്ക് സന്തോഷമുണ്ട്, ഇനിയും ഞാൻ ചെയ്തു കൊടുക്കണമെന്നൊരു ചിന്ത അദ്ദേഹത്തിന് വരും. അപ്പോൾ അത് ഉണ്ടാവുന്നത് നമ്മുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ടാണ്. അടുത്തൊരു കാര്യം, ഈ അസുഖം വന്നിരിക്കട്ടെ ഭർത്താവിന്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പരമാവധി ഭർത്താവിൻ്റെ അരികത്തിരുന്നിട്ട് ശുശ്രൂഷിക്കുക. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അരികിലിരുന്നിട്ട് വെറുതെ ആ ഭാര്യയുടെ സാന്നിധ്യം അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ഒന്നുമില്ലെങ്കിൽ അടുത്ത് വന്നിരുന്നിട്ട് വെറുതെ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടാൽ പോലും വലിയൊരു സമാധാനം, ഒരു സന്തോഷമാണ് ഭാര്യയുടെ സാന്നിധ്യം. കാരണം അവർക്ക് എപ്പോഴും ഒരു സംരക്ഷണം ആവശ്യമാണ്. കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഭാര്യ മരിച്ച ഭർത്താക്കന്മാർ അധിക കാലം നിൽക്കില്ല. അവർക്ക് മാനസികമായി തകർന്നു പോകരും, പെട്ടെന്ന് മരിച്ചു. അതല്ല എങ്കിൽ അവർ വേറെ വിവാഹം കഴിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരാളുടെ സഹായം ആവശ്യമാണ്. കുഞ്ഞുനാളിലെ അമ്മയെ ആശ്രയിച്ചിട്ടാണ് നിന്നത്. അമ്മയിൽ നിന്ന് പിടിവിടുമ്പോൾ ഭാര്യയിലേക്ക് എത്തി. ആ ഭാര്യ മരിച്ചു പോയാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കണം. ആദ്യം ഭർത്താവ് മരിക്കുക, അതിനുശേഷം ഭാര്യ മരിക്കുക. ഞാനും എൻ്റെ വീട്ടിൽ പറയുന്ന കാര്യം അത്. കാരണം നമുക്ക് നമ്മുടെ മക്കളോട് ഒരു കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റില്ല, അവരോട് ആജ്ഞ വയ്ക്കാനും പറ്റില്ല. കാരണം എന്താ, അവർ കല്യാണം കഴിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ അവരുടെ ലോകത്താണ്, നമ്മളൊക്കെ ഒരു ശല്യമായിട്ട് തോന്നുന്നു. പക്ഷേ അമ്മ അങ്ങനെയല്ല. അമ്മയ്ക്ക് ഇതെല്ലാം പണ്ടേ കേട്ടും മടുത്ത് എല്ലാം കേട്ടിട്ട് പരിചയം, മക്കളുടെ കുത്തുവാക്കും ഭർത്താവിൻ്റെ കുത്തുവാക്കെല്ലാം കേട്ട് ശീലമായതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞാലും അവർക്കത് വലിയൊരു വിഷമമായി തോന്നില്ല. പക്ഷേ അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കാൻ മടിയാകും. അപ്പോൾ ആ അമ്മയുള്ള കാലം വരെ അവർക്ക് ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഈ അമ്മയുടെ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ സാന്നിധ്യം എപ്പോഴും കൊതിക്കുന്ന ഒരാളാണ് ഭർത്താക്കന്മാർ. അപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന അവരുടെ അടുത്തിരുന്നിട്ട് എന്താവട്ടെ, ശാരീരികമോ മാനസികമായി വിഷമം വരുമ്പോൾ അവരോട് അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അടുത്തത്, മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കരുത്. ചില ഭാര്യമാർ ഭർത്താവിനെ സദസ്സിൽ വെച്ചിട്ട്, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കുടുംബശ്രീയിൽ വെച്ചിട്ട് മറ്റുള്ള സ്വന്തം ഭർത്താവിൻ്റെ കഴിവ് കേടുകൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിഡ്ഢിത്തങ്ങൾ, എന്തെങ്കിലും അബദ്ധം പറ്റില്ല അതൊക്കെ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് പരിഹസിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പാര വെച്ച് സംസാരിക്കുക. അതൊന്നും ശ്രേഷ്ഠയായ ഒരു ഭാര്യയ്ക്ക് പറഞ്ഞതല്ല. അതൊക്കെ ഈ ഭാര്യയിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്താനാണ് നോക്കുക. കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അവൾക്ക് അതിന് നന്ദിയില്ലാത്തവളാണ് എന്ന് അയാൾ ചിന്തിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് എന്താണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭർത്താവ് തളർന്നു പോകുന്ന അവസരത്തിൽ, കച്ചവട സംബന്ധമായ കാര്യത്തിൽ, അതുപോലെ തന്നെ ഓഫീസ് സംബന്ധമായ കാര്യത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അങ്ങനെ ഏത് മേഖലയിലാണോ അദ്ദേഹം ഉള്ളത് ആ മേഖലയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ അദ്ദേഹം തളർന്നു പോകുന്നു, അങ്ങനൊരു ഘട്ടത്തിൽ അവർക്ക് ശക്തമായ പിന്തുണ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭാര്യയ്ക്കേ പറ്റും, മറ്റാർക്കില്ല. ഭർത്താവ് തളരുമ്പോൾ അയ്യോ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ പറ്റില്ലോ എന്ന് കരുതി ഭാര്യ അതിനേക്കാളും ഒരിക്കലും തളർന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഒന്നും പറയണ്ട, നമുക്കൊന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് പറയും. ഇനിയിപ്പം ചില അമ്മമാർക്ക് നല്ല കടുപ്പമുള്ള ചില താങ്ങാനുള്ള കാര്യത്തിലോ അച്ഛന്മാർക്ക് ഉണ്ടാവില്ല. മക്കൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു തന്നിരിക്കട്ടെ, മക്കൾ എന്തെങ്കിലും വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ മക്കളിൽ നിന്ന് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു, ഇപ്പം മകൾ ഒളിച്ചോടി പോകുന്നു മറ്റൊരാളെങ്കിലും, അത് അച്ഛന് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അമ്മ അത് സമയത്തുള്ള ഇതാവും. ആ അവസരത്തിൽ അമ്മയാണ് അച്ഛനെ ധൈര്യം കൊടുക്കേണ്ടത്. അവൾ പോയാൽ പോകട്ടെ, നിങ്ങൾക്ക് ഞാനില്ലേ, അവളൊന്നല്ലോ ഉണ്ടായി, അച്ഛന് സഹിക്കാൻ പറ്റില്ല. എന്നാലും ഈ അമ്മ അച്ഛന് ആശ്വാസമായിട്ട് നിൽക്കണം, ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. സാരല്ല, കച്ചവടമല്ലേ, അത് ഇന്ന് പോകും, നമ്മൾക്ക് ഈ കച്ചവടം കൊണ്ടുവന്നല്ലോ നമുക്ക് എന്തായാലും ഇന്നലേക്ക് മറ്റൊരു ജോലി എടുത്ത് ജീവിക്കാം. നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം ദൈവത്തിൻ്റെ പരീക്ഷണമാണ്, അതൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം മറ്റുള്ളവരെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മവിശ്വാസം കൊടുക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. അവിടെയാണ് വിജയം. അതേപോലെ തന്നെയാണ് ഞാൻ ഈ സ്ത്രീകളുടെ വിഷയം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, അച്ഛനും മക്കളും തമ്മിലൊരു വിഷയം ഉണ്ടാകുന്നിരിക്കട്ടെ. അച്ഛനും മക്കളും തമ്മിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ അമ്മ അച്ഛനോടൊപ്പം നിൽക്കണം, ഭർത്താവിനോടൊപ്പം. മക്കളോടൊപ്പം നിന്നിട്ട് ഭർത്താവിനെ ഒറ്റപ്പെടുത്തരുത്. കാരണം ഭർത്താവിന് ആകെ ഒരു ആശ്രയം ഭാര്യയാണ്. അപ്പോൾ അവർക്ക് താങ്ങായി നിൽക്കേണ്ടി വരും. അപ്പം ഭർത്താവിനോട് ഒന്നിച്ച് നിന്നിട്ട് മക്കളെ ഉപദേശിക്കണം. മക്കളെ, അച്ഛൻ പറയുന്നത് കാര്യമാണ്, അച്ഛൻ പറയുന്നതാണ് ശരി, അച്ഛൻ വെറുതെ അങ്ങനെ പറയില്ല,
ആ കാര്യം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകാത്തതുകൊണ്ടാണ്. അമ്മയ്ക്കത് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മക്കളെ ഉപദേശിക്കുകയും അച്ഛനോടൊപ്പം സപ്പോർട്ട് ചെയ്യുകയും വേണം. ചില മക്കൾ അച്ഛനോട് വളരെ പരുഷമായി സംസാരിക്കും, വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അച്ഛന് അപ്പുറം ഉറച്ചു നിൽക്കാൻ ആ സ്ത്രീക്ക് കഴിയണം. അതാണ് ഒരു കുടുംബിനി, ആ ഭർത്താവിന് ആ ഭാര്യയോട് കൂടുതൽ സ്നേഹം ഉണ്ടാക്കാൻ ഇത് വളരെയേറെ ഉപകരിക്കും. പിന്നീട് ഈ ഭർത്താവിനകത്താണ് തെറ്റെങ്കിൽ പോലും പിന്നീട് ഭർത്താവിനോട് അത് സശ്രദ്ധം, അത് ഇങ്ങനെയല്ല, ഞാൻ മക്കളെ കൊടുത്തുനിന്ന് ഇങ്ങനെ നിങ്ങളെപ്പരം നിന്നു, കാരണം അതെൻ്റെ കടമയാണ് ഭർത്താവിനൊപ്പം നിൽക്കേണ്ടത്. പിന്നെ ഏതൊരു പ്രതിസന്ധി വരുമ്പോൾ ഭർത്താവിനെ കൈയൊഴിയുന്നതല്ല ശരി, അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പരം നിന്നു. പക്ഷേ കുട്ടികളെടുത്തും അല്പം ശരിയില്ലേ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നയപരമായിട്ട് ആ പ്രശ്നം അവിടെ ആ അച്ഛനും മക്കളും തമ്മിലുള്ള പ്രശ്നം അമ്മ തീർക്കാൻ വേണ്ടി മുൻകൈ എടുക്കണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കട്ടെ. മറ്റൊരു കാര്യം, ഭർത്താവിനോട് കൽപ്പിക്കരുത്. വൈകുന്നേരം വരുമ്പോൾ ചുരിദാർ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്താണേ, ഞങ്ങൾക്കൊരു സാരി വാങ്ങി തരാൻ എന്നിട്ട് കുറേ ദിവസമായി, ഇതുവരെയായിട്ട് സാരി ഇവിടെ എത്തിയില്ല. ഇന്ന് വൈകിട്ട് വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എൻ്റെ വീതം അങ്ങോട്ട് മാറും. പാല് വാങ്ങാനായാലും മറ്റെന്തെന്നായാലും ഏത് സാധനം വാങ്ങുമ്പോഴായാലും എന്ത് പറയുമ്പോഴായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും കൽപ്പിക്കല്ല വേണ്ടത്, സ്നേഹപൂർവ്വം പറയുകയാണ് വേണ്ടത്. ഏത് കാര്യവും, അത് ഭാര്യയായാലും ഭർത്താവായാലും നമ്മുടെ ആവശ്യങ്ങൾ സ്നേഹപൂർവ്വം അത് കൊണ്ടുവരണേ. നിങ്ങൾ വൈകിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിച്ചു കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും ഓർത്തിട്ടെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണേ എന്ന് പറയുന്നതും വൈകിട്ട് അത് കൊണ്ടുവരണം എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് കിട്ടും. ആജ്ഞാപിക്കുന്നത് അവർക്ക് അവരോട്ടുള്ള വെറുപ്പും അകൽച്ചയും കൂട്ടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ അത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചില ആൾക്കാർ പല്ല് പോലും തേക്കാണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ചടങ്ങാണ് പല്ല് തേപ്പ്. അപ്പോൾ ഈ ഭക്ഷണം കാര്യങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. നോക്കൂ, അടുക്കളയിൽ നിന്ന് കരി പുരണ്ട വസ്ത്രമായിരിക്കും, കറി മറഞ്ഞിട്ടുണ്ടാവാം, പാത്രം കഴുകുമ്പോൾ അതിൻ്റെ തുണിയും വെള്ളവും കാര്യങ്ങളൊക്കെ ശരീരത്തിലായിട്ടുണ്ടാവുക. അപ്പോൾ ഒരു മുഷിഞ്ഞ ഒരു നാറ്റം ഈ വസ്ത്രത്തിനുള്ള വേർപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഈ മുഷിഞ്ഞ് നാറിയ വസ്ത്രത്തോടുകൂടി മുന്നിൽ നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് കുളിച്ച് സുന്ദരിയായിട്ട് ആകർഷണമുള്ള വിധത്തിൽ അവരുടെ മുമ്പിലേക്കാണ്, ആകർഷിക്കുന്ന വിധത്തിൽ, ഭർത്താവിനെ ആകർഷിക്കുന്ന വിധത്തിൽ. അപ്പം കുളിച്ച് സുന്ദരിയായിട്ട് പൗഡർ ഇട്ട് എന്ന് വെച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ട് കട്ടിയോടും വലിയ ലിഫ്റ്റിക്കൊന്നും പാരി തേച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, സാധാരണ നാച്ചുറലായിട്ടൊരു ഇതുണ്ട് സൗന്ദര്യം, ആ സൗന്ദര്യത്തിനോടുകൂടി നിൽക്കണം എപ്പോഴും. അതൊരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനമായിട്ട് കാര്യമാണ്. അല്ലെങ്കിൽ ഇതേ വേഷത്തിലുള്ളൊരു ബെഡിൽ പോയി കിടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, കുളിച്ച് കഴിഞ്ഞാൽ മുഷിഞ്ഞ് നാറിയത് ഉടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്ന അവസരത്തിൽ ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സ്മെല്ല് കാരണം അവർ ഒഴിവാക്കി പോകും. അപ്പോൾ ഈ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഭർത്താവ് വരുമ്പോഴും ഒക്കെ നിൽക്കാൻ. ഒരു വീട്ടിലേക്ക് ചിലപ്പോൾ ഭർത്താവിനൊപ്പം വേറെ അതിഥികൾ ആരെങ്കിലും വരുന്നുണ്ടാവും. അതിഥികൾ വരുമ്പോൾ സമയത്ത് മുടിയും ചെയ്യാതെ അതുപോലെ പാറിപ്പറഞ്ഞ വേഷത്തോട് കൂടിയിട്ട് അത് മുഷിഞ്ഞ് നാറിയിട്ടുള്ളത് കരിയും കറയും മറ്റ് ചളിയും ഒക്കെ പിടിച്ചിട്ടുള്ള വേഷങ്ങളെടുത്ത് മാക്സി കെട്ടി തഴമ്പ് കെട്ടി മാക്സി കെട്ടിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർ ആ വ്യക്തിയെ, ആ ഭർത്താവിനെ പോലും വിചാരിക്കുക, എന്ത് ഇവൻ്റെ ഒന്ന് ഭാര്യയ്ക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാറില്ലേ എന്ന് പോലും ചിന്തിക്കും. അപ്പോൾ അതൊക്കെ പരിഹാരമാണ് ഈ ഭാര്യ ചെയ്യേണ്ടത്. കുളിച്ച് സുന്ദരിയായിട്ട് നാച്ചുറൽ സൗന്ദര്യത്തോടുകൂടി അവരുടെ മുമ്പിലേക്ക് വരണം എന്നുള്ളത്. ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് വേണ്ടത്. ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും നമ്മൾ പരമാവധി ആ ബെഡ്റൂമിൽ പോകുന്ന തൊട്ട് മുമ്പ് കുളിക്കുന്നത് നല്ലതാണ്. കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് വേണം അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട്, ഭർത്താവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും അവിടെ സംസാരിക്കാൻ. മാനസികം തളർന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾ മറ്റേ കുട്ടികളുടെ കാര്യം മറ്റുള്ള കുടുംബകാര്യങ്ങളെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അദ്ദേഹത്തിന് അത് ദഹിക്കില്ല. അപ്പോൾ ശാരീരികവും മാനസികമായിട്ട് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ ബെഡ്റൂമിനുള്ളിൽ മാത്രം കേൾക്കുന്ന വിധത്തിൽ ഒരു കാര്യം ആജ്ഞാപിക്കാതെ സ്നേഹപൂർവ്വം നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഏതാവശ്യവും അദ്ദേഹം സാധിപ്പിച്ചു തരും. പക്ഷെ അത് നമ്മൾ സ്നേഹത്തോടു കൂടി മാത്രം. എല്ലാം ഏതവസരത്തിൽ സ്നേഹമാണ് പ്രധാനം എന്നർത്ഥം. അടുത്തത് ശാരീരികമായി ബന്ധം. സ്ത്രീ പുരുഷന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ ബെഡ്റൂമിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ഈ ഏർപ്പെടുന്ന അവസരത്തിൽ ഭർത്താവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയണം.
കാരണം ഭാര്യയ്ക്ക് ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. പക്ഷേ അവർ ആ ഒരു തരത്തിൽ വരികയാണെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ കിടന്നിട്ടല്ല, അവർക്കും കൂടി ഒരു സന്തോഷമാവുന്ന വിധത്തിൽ നമ്മൾ പെരുമാറാൻ നമുക്ക് കഴിയണം. അവിടെയാണ് അങ്ങനെ. കാരണം നമ്മുടെ വീട്ടിൽ നല്ല സദ്യ കിട്ടുമ്പോൾ പിന്നെ പുളിച്ച് നാറിയത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഹോട്ടലിലേക്ക് വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ നമ്മൾക്ക് വേണ്ടുന്ന പരിഗണന തരുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് സ്നേഹം തരുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഭാര്യ കുടുംബത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഒരു പുരുഷനും അന്യ സ്ത്രീയുടെ അടുത്തേക്ക് പോകില്ല. ഈ അന്യ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നതിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും എന്താണ്, ഈ ഭാര്യയിൽ നിന്നും അവർക്ക് വേണ്ടുന്ന സുഖം ലഭിക്കാത്തത് കൊണ്ടാണ്. കുടുംബത്തിൽ കലഹമാണ്, എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓട്ടോമാറ്റിക് ആ പുരുഷൻ മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകും, പിന്നെ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങും. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ വേർപിരിയിക്കാൻ കാരണം ഈ ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ പോകാതിരിക്കാൻ എന്നുണ്ടെങ്കിൽ ഭർത്താവിന് ആകർഷണമാകുന്ന വേഷവും ധരിച്ച് അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവവും സംസാരവും ഒക്കെ കൊണ്ടുവേണം. അവർക്ക് വെറുപ്പുണ്ടാകുന്ന തരത്തിലല്ല. ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞാൽ സ്നേഹപൂർവ്വമുള്ള സംഭാഷണം, ബഹുമാനത്തോടുള്ള സംഭാഷണം, ആദരവോടുള്ള സംഭാഷണം നടത്തിയിട്ട് അവരുടെ മനസ്സിനെ കീഴടക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വേർപിരിയേണ്ടതായിട്ട് വരില്ല. അവരൊരിക്കലും നിങ്ങൾ ഒറ്റപ്പെടുത്തില്ല. അവരൊരിക്കലും ഒരു പരസ്ത്രീയുടെ അടുത്തേക്ക് പോവുകയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾക്ക് പല രഹസ്യങ്ങളുണ്ടാവും. പല രഹസ്യങ്ങൾ വെച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു മോശമായ ഒരു അനുഭവമായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾക്ക് ഒരു രഹസ്യവും ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കരുത്. കാരണം ഈ രഹസ്യം പിന്നീട് ആരെങ്കിലും മുഖാന്തരം അറിയാണ്ടി വന്നാൽ അത് കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾക്ക് എന്തുണ്ടായാലും ഒരാൾ അവിടെ വഴിയിൽ നിന്ന് നോക്കി അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ അനാവശ്യം പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭർത്താവിനോട് നമ്മൾ പങ്കുവെക്കണം. എപ്പോൾ പങ്കുവെക്കണം? അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായിട്ട് സന്തോഷകരമായിരിക്കുന്ന അവസരത്തിൽ വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടത്. അല്ലാതെ കലങ്ങി മറിഞ്ഞ മനസ്സോട് കൂടി എത്തുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരാതികളോ മറ്റു കാര്യങ്ങളല്ല പറയേണ്ടത്. സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കിയതിന് ശേഷം നമ്മൾ പറയുക, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു, മറ്റിടത്ത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഓരോന്നും പറയണം. ഒരു രഹസ്യവും പാടില്ല. അതോടൊപ്പം എന്ത് വേണം? ഫോണിനൊരു ലോക്ക് ഉണ്ടെങ്കിൽ അത് ഭർത്താവിന് കൃത്യമായിട്ട് അറിയണം. ഭാര്യയ്ക്ക് അത് രഹസ്യം, ഭാര്യയും ഭർത്താവ് അല്ലാണ്ട് വേറെ ആൾ അറിയണമെന്നില്ല. പക്ഷേ ആ ലോക്ക് ഇവർക്ക് രണ്ടാക്കവരാണ്. ഭർത്താവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ രഹസ്യമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണങ്ങളും പാടില്ല. ഏതുണ്ടെങ്കിലും ഒച്ചത്തിലുള്ള സംഭാഷണം. കാരണം ഭർത്താവ് കൊണ്ട് മറച്ചു വെച്ചിട്ടില്ല, ഭർത്താവ് കൊണ്ട് അറിയുന്ന സംഭാഷണം മാത്രമേ നമ്മൾ ചെയ്യാവൂ. മറച്ചു വെച്ചിട്ടുള്ള ഒരു സംഭാഷണവും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫോൺ ലോക്ക് പാടില്ല. ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ രണ്ടുപേർക്കും അറിയുന്നതായിരിക്കണം. ഭർത്താവ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് തട്ടിപ്പറിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും. ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കുമ്പോൾ അത് ഇന്നുണ്ടായി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ സംശയം തോന്നും. ഒരാൾ കോൾ വിളിച്ച്, ആരാ വിളിച്ചത്? മറച്ചു വെക്കാൻ ഒന്നും വേണ്ട, നമുക്ക് പറയുന്നത് ഇന്നാളാണ്, ഇതാ കോള്. അപ്പോൾ നമുക്ക് രഹസ്യങ്ങളൊന്നും പാടില്ല. ഫോണാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത്. പല ശബ്ദങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ആകർഷിച്ച് പോകും. അപ്പോൾ ഏതുണ്ടെങ്കിലും ഒരാൾ ഫോണിലൂടെ വിളിച്ചാൽ പോലും ഒരു അനാവശ്യമായിട്ടല്ല ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചാൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഈ നമ്പർ തന്നിട്ട് ഭർത്താവിനോട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി അത് ബോധ്യപ്പെടുത്തണം. നാളെ നമുക്കൊരു ബുദ്ധിമുട്ട് ഇല്ലാതാവാൻ ഏറ്റവും ഉത്തമമായ കാര്യമാണ് ഇത് എന്നർത്ഥം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ മുന്നേ ഒരു കാര്യത്തിൽ പറഞ്ഞുള്ളൂ, സംശയം. സ്വതവേ പുരുഷന്മാർക്കാണ് സംശയരോഗം കൂടുതൽ. എന്നാൽ ഇന്ന് സ്ത്രീകൾക്കും ആ സംശയരോഗം കാണാം. പല സമയത്തും ഭർത്താവിന് വേറെ ഏതെങ്കിലും സ്ത്രീകളായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ ഫോൺ ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ വിഷയം പകുതിയോളം തീരും. എന്നാലും ഭർത്താവിൻ്റെ പരം ആരാണ്ടായിരുന്നത്, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിരിക്കും, അതും കേട്ടിരിക്കും നമ്മൾ ചിലപ്പം വിശ്വസിക്കുക. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ആരാണ്ടായത്, മറ്റവരുടെ അടുത്ത് ആരാണ്ടായത് എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ഗൃഹം ശ്രേഷ്ഠമാകണമെങ്കിൽ, ഒരു വീട് ഏറ്റവും സ്വർഗതുല്യമാകണമെങ്കിൽ ഭാര്യ വിചാരിച്ചാൽ മതി. ആ കുടുംബത്തിലെ കുടുംബനാഥ വിചാരിച്ചാൽ മതി. കാരണം ഏറ്റവും കൂടുതൽ റെസ്റ്റില്ലാതെ ജോലി ചെയ്യുന്നത് ആ സ്ത്രീയാണ്. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് സ്ത്രീയാണ്. അതുപോലെ തന്നെയാണ് ദൈവം അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ഗുണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ആയുസ് സ്ത്രീകൾക്കാണ്, ഏറ്റവും കൂടുതൽ ക്ഷമയും അവർക്കാണ്. അപ്പോൾ ക്ഷമയോടുകൂടി നയത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച് ഭർത്താവിന് കൂടുതൽ പരിഗണന കൊടുത്ത് ഭർത്താവിന് വേണ്ടുന്ന എന്താണോ ആഗ്രഹങ്ങൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ ആ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ആ ഭർത്താവ് ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. എന്ന് മാത്രമല്ല, ലഹരിക്കടിപ്പെട്ടു പോകില്ല. ലഹരി കഴിക്കുന്ന ഭർത്താവ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ലഹരി കഴിക്കുന്ന ഭർത്താവ് നിങ്ങൾക്ക് ലഹരി ഇഷ്ടമല്ല എങ്കിൽ സ്നേഹത്തോടു കൂടി സാവധാനത്തിൽ നമുക്ക് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ പറ്റും.
അദ്ദേഹത്തിന് സ്നേഹത്തോടു കൂടി വിളിക്കുന്ന നമുക്ക് ഇന്ന് വരെ എൻ്റെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മദ്യപിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അദ്ദേഹം നേരത്തെ വരും. പിന്നെ നിങ്ങൾ സ്നേഹത്തോടു കൂടി ഓരോ ദിവസവും പറഞ്ഞ് അവരെ നയത്തിൽ ആ മദ്യപാനം ഒഴിവാക്കാൻ പറ്റും. അവിടെ സ്നേഹമാണ് പ്രധാനം. പക്ഷേ ഈ സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ അവർക്ക് എല്ലാ വിധത്തിലും അവരെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങൾ വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഭർത്താവിനെപ്പോഴും ഭാര്യ വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ ആ പ്രിയപ്പെട്ടതാവണമെങ്കിൽ ആ ഭാര്യയുടെ നിന്നുള്ള അനുഭവം അല്ലെങ്കിൽ പ്രവർത്തനം അത്തരത്തിലാകണം. ഒരു കുടുംബത്തിൻ്റെ നായകനാണ് കുടുംബനാഥൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തളരാനിടവരരുത്. അദ്ദേഹം തളർന്നാൽ കുടുംബത്തിൻ്റെ താളം മുഴുവൻ അങ്ങ് തെറ്റും. അപ്പോൾ അദ്ദേഹത്തെ തളർത്താതെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് ആശ്വാസമേകി അദ്ദേഹത്തിന് ആത്മവിശ്വാസമേകി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ആ ധർമ്മപത്നിയാണ്. അപ്പോൾ ആ അദ്ദേഹത്തിന് ഒരു തരത്തിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പൂർണ്ണമായൊരു പിന്തുണ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ച് നോക്കുക, പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ പുറം ജോലിക്ക് പോകാറേ ഇല്ല. പിന്നീടാണ് സ്ത്രീകളും ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, പലതരത്തിലുള്ള ജോലികളിലേക്ക് ഏർപ്പെടുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുഭൂരിപക്ഷവും പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. കാരണം മറ്റൊരു കാര്യത്തിൽ അണുകുടുംബമായതുകൊണ്ട് സ്ത്രീയും പുരുഷനും രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ഗ്രാമങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് വളരെ കുറവാണ്. പട്ടണങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ കുടുംബത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ആരാണ്? ഈ കുടുംബനാഥനാണ്. അപ്പോൾ ഈ കുടുംബത്തിലെ ഈ കുടുംബനാഥനെ, ആ കുടുംബത്തിനെ കരകയറ്റാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ചിലപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. മാത്രമല്ല വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. കഠിനാധ്വാനം ഇതൊന്നും അവരെ കൊണ്ടുവരുന്ന പൈസ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ ഇവിടെ എത്തുന്നതെന്ന് പലരും ചിന്തിക്കാറില്ല. അവരൊരു 5,000, 10,000, 25,000, 50,000 അയക്കുന്ന അവസരത്തിൽ എൻ്റെ ഭർത്താവ് ഗൾഫിലാണെന്നുള്ള അഭിമാനത്തോടു കൂടി അല്പം അഹങ്കാരത്തോടു കൂടി 4 പൊങ്ങച്ചം പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ അതിൻ്റെ ഗർവ് കാണിക്കുന്ന സ്ത്രീകളും കുറവല്ല. അപ്പോൾ അവരവിടെ ആ അവസരത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കഠിനാധ്വാനം ചെയ്തിട്ട് ആണ് അവരൊരു പൈസ സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം മണ്ണിൽ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു പല ജോലികളും ചെയ്യുന്നു. മാനസികമായിട്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നു. ഭക്ഷണം പോലും അവർ നേരാവണ്ണം കഴിക്കുന്നുണ്ടാവില്ല, ശരിയായ വസ്ത്രം പോലും അവർ ധരിക്കുന്നുണ്ടാവില്ല. എന്നാലും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടുന്ന വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ ബുദ്ധിമുട്ടില്ലാതെ കടം വാങ്ങിച്ചിട്ടായാലും അല്ലെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെത്, അതുപോലെ തന്നെ അവരുടെ ഈ വീടിൻ്റെ വൈദ്യുതി ചെലവ്, വാട്ടർ ചെലവ്, അതുപോലെ തന്നെ കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഭാര്യയുടെ വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി അതിനിടയിൽ ആശുപത്രി ചെലവ് വരുന്നുണ്ടെങ്കിൽ ആ ആശുപത്രി ചെലവ്, വീട്ടുനികുതിയും ഒക്കെ ആയിട്ട് നിരവധി പൈസ വേണം ഒരു മാസം. ഇതൊക്കെ അദ്ദേഹം പെടാപ്പാട് വിടുകയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. 4-5 ദിവസം ജോലിയില്ലാതായി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തീയാണ്. ഈ വിഷമങ്ങളൊന്നും തന്നെ കുട്ടികളെയോ ഭാര്യയോ അറിയിക്കാതെ ചിരിച്ചും കൊണ്ട് ചിലപ്പോൾ അവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്തിട്ട് വെറും വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഉച്ചക്ക് എന്ത് കഴിച്ചു എന്ന് പലരും ചിന്തിക്കാറില്ല. അപ്പോൾ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവരോട് അല്പം കുശലന്വേഷണം, അവരന്നത്തെ വിഷമങ്ങൾ, ആ വിഷമത്തിൽ സ്വാന്തനമേകുന്ന 4 വാക്കുകൾ ഒക്കെ നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, കുടുംബനാഥനി നമ്മളോട് എല്ലാവരോടും സ്നേഹം ഉണ്ടാവും. എന്നാൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും അവർക്കറിയില്ല. കാരണം എന്താ? അവരൊരു മുരടൻ സ്വഭാവം, അവർ മുരടൻ ജോലിയിലാണുള്ളത്. അപ്പോൾ ആ മുരടൻ സ്വഭാവം നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ നല്ല ഒരു സ്നേഹം ഉണ്ട്. അത് മക്കൾക്കും അതുപോലെ തന്നെ ചില ഭാര്യമാർക്കും കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ചില ഭാര്യമാർ അത് അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, സമയമില്ല, അത് അറിയുകയില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെയാണ്. മുഷിഞ്ഞു നാറിയ വേഷത്തോടു കൂടി തളർന്ന അവശനായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഭാര്യമാരുടെ നിരവധി പരാതികളാണ് അവർക്ക് മുന്നിലേക്ക് വരുന്നുണ്ടാവുക. അവരുടെ വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നുകൂടി നമ്മൾ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ വളരെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയാണ് അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കേണ്ടത്. എങ്ങനെ? വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, സ്നേഹമായ വാക്കുകൾ കൊണ്ട്, ഒരു കുത്തുവാക്ക് പോലും പറയാതെ അദ്ദേഹത്തിൻ്റെ ചോരയും നീരും
ആണ് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഊർജ്ജമായി തീരുന്നത് എന്നുള്ള ചിന്തയോടുകൂടി അവരെ ചേർത്ത് പിടിക്കാൻ നല്ലവരായ ഭാര്യമാർ തയ്യാറാവണം. അതിനു കൂടി വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ പരാതി എപ്പോഴും ഏത് അവസരത്തിൽ പരാതിയും കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടാവുക. അപ്പോൾ പരാതി പറയുന്നത് അങ്ങോട്ട് നിർത്തുക. ഇനി നിങ്ങൾക്ക് നല്ലതുപോലെ പരാതി ഇങ്ങനെ വരണം, നിങ്ങൾക്ക് ദേഷ്യം കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ, നിങ്ങളൊരു പേപ്പറിൽ അങ്ങോട്ട് എഴുതിയെടുക്കുക. ഈ പരാതികളെല്ലാം തന്നെ ഇദ്ദേഹത്തിനോട് എന്താണോ പരിഭവം ഉള്ളത് അതൊക്കെ പേപ്പറിൽ എഴുതിയെടുക്കുക. പേപ്പറിൽ എഴുതി എല്ലാം എടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അത് ചുരുട്ടി കളഞ്ഞാൽ മതി. അപ്പോഴേക്കും നിങ്ങളുടെ ആ പരിഭവം അങ്ങോട്ട് തീരും. പേപ്പറിൽ എഴുതുമ്പോൾ ഒന്ന് പരീക്ഷിച്ചോളൂ. എന്തെങ്കിലും ദേഷ്യമോ പരിഭവമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ അതിനൊരു പരിഹാരമാവും നടത്താം. അപ്പോൾ നമ്മുടെ കുടുംബത്തെ ധന്യമാക്കേണ്ടത് നമ്മളാണ്. നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ കുട്ടികൾ വളരേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് അനാവശ്യമായി സംസാരിക്കുന്നു, അവരോട് കയർത്ത് സംസാരിക്കുന്നു, നിങ്ങൾ മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളും ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതേപോലെ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഇതുപോലത്തെ സാധുവായ മനുഷ്യനായിരിക്കും അവരുടെ ഭർത്താവ്. ചിലപ്പോൾ കരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കും. അപ്പോൾ ഭാര്യ കെട്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ അമ്മയ്ക്ക് തന്നെ വേണ്ടി ബുദ്ധിമുട്ടി വരിക. അപ്പോൾ നമ്മുടെ ശ്രേഷ്ഠമായ ജീവിതം കണ്ടിട്ട് വേണം ആ മക്കൾ അവിടെ പോയിട്ട് അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ആൺമക്കളായാലും അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് ശ്രേഷ്ഠമായ വിധത്തിൽ വളരെ നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതം സ്വർഗ്ഗതുല്യമാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ കഴിയും. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുക. അവരോടൊക്കെ പറയുക നമ്മുടെ കുടുംബത്തെ സ്വർഗ്ഗമാക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കും. ഇത്രയും കാലം നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു അതൊന്നും കാര്യമാക്കണ്ട. ഇനി നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് പുതിയൊരു ജന്മത്തിൽ പുതിയൊരു കുടുംബ ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.